ശിവരാത്രിയായിട്ട് ഇലയപ്പം ഉണ്ടാക്കിയാലോ? അതും ചക്ക വെച്ചുണ്ടാക്കിയ ഇലയപ്പം. ഉരുക്കിയ ശർക്കരയിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും നനച്ചു വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നല്ലതുപോലെ യോജിച്ചു വന്നു കഴിഞ്ഞാൽ ഏലക്കപ്പൊടിയും ഇച്ചിരി ജീരകപ്പൊടിയും ഇച്ചിരി ചുക്കുപൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഈ കാണുന്നത് പോലെ ഡ്രൈ ആക്കി എടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി കാഷ്യും കിസ്മിസും കൂടെ ഇടാം. അടയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയിലോട്ട് 1 കപ്പ് മൈദയും പാകത്തിന് ഉപ്പും ഇച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. കഴുകി വൃത്തിയാക്കി വാട്ടി വെച്ചിരിക്കുന്ന ഇലയിലോട്ട് 1 ഉരുള മാവ് വെച്ച് കൊടുക്കാം. അത് നനഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും പരത്തി ഒരേ തിക്നെസ്സിൽ പരത്തി വെച്ച് കൊടുക്കാം. അതിന് നടുക്കോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ചക്കയും കൂടെ വെച്ച് കൊടുത്ത് 4 സൈഡിൽ നിന്ന് മൂടി വെച്ച് മടക്കിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് മടക്കിയെടുക്കാം. ഇഡലി ചെമ്പ് ചൂടാവുമ്പോഴത്തേക്കും ഓരോ ഇലയപ്പമായിട്ട് അതിൽ വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ഇലയപ്പം വെന്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണം വരും. ചക്കയുടെയും ആ വാടിയ ഇലയുടെയൊക്കെ ഒരു മണം. ഇലയപ്പത്തിൻ്റെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ അത് പിറ്റേ ദിവസം എടുത്തു വെച്ച് കഴിക്കുമ്പോഴാണ്. അതിൻ്റെ സ്വാദ് വേറെ ഒന്ന് തന്നെയാണ്.